10 വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കശ്മീരിൽ കോൺഗ്രസിന്റെ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച രാഹുൽ ഗാന്ധി ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ സീറ്റ് ധാരണയിലേക്ക് എത്തുകയാണ്. അനന്ത്നാഗിലെയും റംബാനിലെയും രാഹുൽ ഗാന്ധിയുടെ റാലികളിൽ മികച്ച ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സംസ്ഥാന പദവി നഷ്ടമായ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അക്കാര്യം തന്നെ ആയുധമാക്കിയായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആക്രമണം. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന പദവി റദ്ദാക്കുക വഴി ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുകയാണ് ബിജെപി സർക്കാർ ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ബിജെപി ये नहीं चाहती है और उन्होंने कहा है कि पहले चुनाव होगा और उसके बाद स्टेटहुड की बात होगी और हम कह रहे हैं कुछ भी होगा जम्मू कश्मीर के लोगों को स्टेटहुड हम दिलवाएंगे. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക മുഖ്യ ലക്ഷ്യമാക്കുകയാണ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ. 20 സീറ്റെന്ന ആദ്യ അവകാശവാദത്തിൽ നിന്ന് 10 സീറ്റുകളെന്ന നിലപാടിലേക്ക് ആം ആദ്മി നിലപാട് മയപ്പെടുത്തി. 7 സീറ്റ് വരെ നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതായാണ് വിവരം. വിട്ടുവീഴ്ചകളിലൂടെ ഇരു പാർട്ടികളും ഉടൻ അന്തിമ സീറ്റ് ധാരണ പ്രഖ്യാപിച്ചേക്കും. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ ശക്തമായ പ്രചരണമാണ് കോൺഗ്രസ് ഇതിനകം തുടങ്ങിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പരിഗണിക്കുന്ന വിനേഷ് ഫോഗാട്ട് ഇതിനിടെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ബജ്രംഗ് പൂനിയയ്ക്കൊപ്പമെത്തിയായിരുന്നു സന്ദർശനം. വിനേഷ് ഫോഗാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളെ ശക്തമാക്കുന്നതാണ് കൂടിക്കാഴ്ച. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.